ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി സോഫ്റ്റ്വെയർ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ലിങ്ക് ഓൾറെഡി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പെൻഡ്രൈവിൽ കോപ്പി ചെയ്തു. ആ പെൻഡ്രൈവ് ഞാനിപ്പോൾ ഇതിലോട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ട് സിസ്റ്റത്തിൽ. അതിനുശേഷം പെൻഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം മോഡൽ എക്സാം 2026 എന്നാണ് ഇതിന് ഫോൾഡറിൻ്റെ നെയിം കൊടുത്തിരിക്കുന്നത്. അതൊരു സിപ്പ് ഫയലായിരിക്കും. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാക്റ്റ് ചെയ്യണം. എക്സ്ട്രാക്റ്റ് ഹിയർ എന്ന് വരും. അപ്പോൾ എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഫോൾഡറായിരിക്കും വരിക. അതിനുശേഷം install.sh എന്ന ഫയലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ സിസ്റ്റത്തിൽ രണ്ട് രീതിയിലാണ് ചെയ്യേണ്ടത്. ഒന്ന് സെർവറും ഒന്ന് ക്ലയൻറ്റും. ക്ലയൻറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ആണ് ക്ലയൻറ്റ് കൊടുക്കേണ്ടത്. സെർവറിൽ നമുക്ക് ഇത് എങ്ങനെ, അതായത് പ്രാക്ടിക്കലിന് കൊടുക്കാം എന്ന് സെറ്റ് ചെയ്യുന്നത് സെർവറിലായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം സെർവറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കുക. അപ്പോൾ install.sh എന്ന ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ റൺ ആസ് എ പ്രോഗ്രാം കൊടുക്കുക. ഇതിപ്പോൾ എക്സ്ട്രാക്റ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഈ എറർ വന്നത്. അപ്പോൾ ഒന്നുകൂടി ഇതിനെ എക്സ്ട്രാക്റ്റ് ചെയ്യണം. കോപ്പി, അതിനുശേഷം ഡെസ്ക്ടോപ്പിൽ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ആസ് എ പ്രോഗ്രാം കൊടുത്തു. ഓക്കെ, അത് സിപ്പ് ഫയൽ തന്നെ നമുക്കൊന്നുകൂടി എടുക്കാം. ഇതാണ് സിപ്പ് ഫയൽ. നമുക്ക് എക്സ്ട്രാക്റ്റ് കൊടുക്കുക. എക്സ്ട്രാക്റ്റ് ടു ഡെസ്ക്ടോപ്പ് ഒന്നുകൂടി സെലക്ട് ചെയ്യാം. സെലക്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് എക്സ്ട്രാക്റ്റ് ആവുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, എക്സ്ട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, കംപ്ലീറ്റ് ആയി. ഓപ്പൺ ഡെസ്ക്ടോപ്പ് കൊടുത്തു. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ install.sh റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് എ പ്രോഗ്രാം കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് ചോദിക്കും. ഏത് പാസ്വേഡാണോ കൊടുത്തിരിക്കുന്നത്, അതായത് ലോഗിൻ പാസ്വേഡ്, ആ ലോഗിൻ പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ടായിരിക്കുന്നു. ഇപ്പോൾ ഇൻസ്റ്റാളിങ്ങിൻ്റെ പാക്കേജ് ഇൻസ്റ്റാൾ ആവുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ അടുത്തൊരു യൂസറിലോട്ടായിരിക്കും ലോഗിൻ ചെയ്യുക. അപ്പോൾ അതിന് കൊടുക്കേണ്ട ഒരു പാസ്വേഡ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് പുതിയതായിട്ട്, ഇപ്പോൾ ഓൾറെഡി ലോഗിൻ ആയിരിക്കുന്ന പാസ്വേഡ് കൊടുക്കണമെന്നില്ല, പുതിയ ഏതെങ്കിലും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. അതായത് ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ഈ യൂസർ ലോഗ് ഔട്ട് ചെയ്യുക. ലോഗ് ഔട്ട്. അപ്പോൾ നമുക്കൊരു യൂസറും കൂടി ഇവിടെ ആഡായി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ നമ്മളിപ്പോൾ മോഡൽ എക്സാം 2026 എന്ന് പറഞ്ഞാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ പാസ്വേഡ് കൊടുക്കാൻ പറഞ്ഞു. ആ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ അതിൽ ലോഗിനായി വരും. ഇങ്ങനെയാണ് ക്ലയൻറ്റിലും സെർവറിലും ഒരേ രീതിയിൽ വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. രണ്ടിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം സെർവറിൽ ചെയ്യുന്ന ഒരു രീതിയും, സെർവറിലാണെങ്കിൽ കുറച്ച് നമ്മുടെ സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ, ക്രിയേഷൻ അതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെയാണ് എക്സ്റ്റേണൽ, അതായത് കുട്ടികൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ITX ഫയൽ മാത്രം കോപ്പി ചെയ്ത് ഇത് ഇമ്പോർട്ട് ചെയ്താൽ മാത്രം മതിയാകും.